മാരി സാറിന്റെ മൂന്നാമത്തെ പടത്തിലാണ് ഞാനിപ്പോ അടുപ്പിച്ചഭിനയിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി മാരി സാറിന്റെ പട്ടിയൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പടം എടുക്കാൻ പറ്റില്ല. എല്ലാ പടത്തിലും ഇതൊക്കെ വേണമെന്ന് പുള്ളിക്ക് നിർബന്ധമാണ്. ഇതില് ഈ സാധാരണ ഞാനടക്കമുള്ള ഡയറക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നടി നടന്മാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടൂൾസാണ്. ആ ടൂൾ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെ ചെയ്യുന്നു. ഈ ഒരു 3 ഇഞ്ച് വലിപ്പമുള്ള നട്ട് അഴിക്കണമെങ്കിൽ 6 ഇഞ്ച് വലിപ്പമുള്ള ടൂൾ ഇട്ടിട്ട് അഴിക്കാൻ പറ്റില്ലല്ലോ. അത് ടൂള് തന്നെയാണ്. മിക്കവാറും സിനിമകളിൽ 25 വയസ്സുള്ള കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് 50 വയസ്സുള്ള ആളുകളായിരിക്കും. പക്ഷെ ഭാര്യയുടെ പടത്തില് ഇവരൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പശുപതി സാറ്, ധ്രുവ്, രജീഷ, ഇവരൊക്കെ ഗംഭീര പെർഫോമൻസ് ആണ്. ഞാനും. പക്ഷെ അതിനേക്കാൾ അത്ഭുതകരമായി തോന്നി ഞാൻ ഈ കർണനിലാണ് ആദ്യം അഭിനയിച്ചത്, പിന്നെ മാമനില്. ഇതിനകത്ത് മിക്കവാറും അഭിനയിച്ചിരിക്കുന്ന ആളുകളൊക്കെ തിരുനെൽവേലിയിലെ സാധാരണ ആളുകളാണ്. അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അവരുടെയൊക്കെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഞെട്ടി തകർന്ന് തരിപ്പണായിപ്പോ. ഓരോ കഥാപാത്രത്തിന് ഇതാണ് വള്ളി എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, വള്ളി അസോസിയേറ്റ് ആണ്. പക്ഷെ വള്ളിയുടെയൊക്കെ പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ പടത്തില്. അപ്പൊ ഓരോ കഥാപാത്രത്തിനനുസരിച്ചുള്ള ആളുകള് തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് നോക്കി പറയണ്ട നീ വാ, അവരൊക്കെ ഡയലോഗ് പറഞ്ഞ കേൾക്കണം. ഞാൻ ആ കർണൻ പടത്തിലൊക്കെ പോയപ്പോ ആ നാട്ടിലുള്ള സാധാരണ ആളുകള് ഒരു സീക്വൻസ് അങ്ങനെ പറഞ്ഞു കൊടുത്ത പിന്നെ ഡയലോഗ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അവര് പറഞ്ഞോളും അങ്ങോട്ട്. അത് ജന്മന കലാകാരന്മാരായിട്ടുള്ള ആളുകളാണ് ഈ മാരിയുടെ നാട്ടുകാരും ഒക്കെ. ഏതായാലും ഗംഭീരമായിട്ടുള്ള പടം അല്ലേ, എല്ലാത്തിനും ഫീലാണ്. ഗംഭീരമായിട്ട് ഇനിയും ഒരുപാട് ഈ പടം ഓടും. ഇനിയും ഒരുപാട് നല്ല പടങ്ങൾ എടുക്കാനും എന്നെ അഭിനയിപ്പിക്കാനും ഒക്കെ മാരി സാറിന് ഭാഗ്യമുണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. முக்கியமாக என்ன சொல்கிறோம்னா ஒண்டர்ஃபுல் ஆடியன்ஸ். நான் இது வரைக்கும் பார்த்ததில் பெஸ்ட் ஆடியன்ஸ் இருந்தீங்க. யூ கைஸ் ஐ என்ஜாய்ட் இட், ரியலி ஐ லைக் இட். ஏன்னா அதுதான் ஒரு ஆர்டிஸ்ட்டுக்கு வேணும் இல்லையா. நம்ம என்ன பெர்ஃபார்ம் பண்ணாலும் அட்லீஸ்ட் அதை பார்த்து கைத்தட்டுறது தான், வேறு என்ன வேணும். அதுதான் ஆர்டிஸ்ட்டுக்கு சம்பவம், வேறு ஒன்றும் இல்லை. தேங்க்யூ ஸோ மச், தேங்க்யூ ஸோ மச். இட்ஸ் a wonderful audience. எல்லாருக்கும் நமஸ்காரம். That's all I'm going to say in Malayalam. Like Pasupati sir said, thank you all so much for coming. It means a lot that we had a full crowd today. Romba santoshama irukku and very happy to see all of you here and watch the movie with you all. And thank you to my Bison, my Kitta and Mari sir. Everything that you see, நான் என்ன பண்ணனோ அவரை பார்த்து தான் பண்ணேன். கபடியிலையும் சரி, நடிப்புலையும் சரி. ஒருவேளை நான் சரியா நடிக்கலைன்னா மாரி சார் பண்ணது என்னால் சரியா பண்ண முடியலன்னு அர்த்தம். ஸோ மாரி சார் டெஃபினட்டாக நெக்ஸ்ட் டைம் இன்னும் பெட்டராக பண்ணுவேன். நீங்கள் எனக்கு ஒரு வாய்ப்பு கொடுத்தீங்கன்னா. தேங்க்யூ சார், தேங்க்யூ மாரி சார், தேங்க்யூ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച് ടു ദ മീഡിയ ആൻഡ് മൈ ഫിലിം ഫ്രണ്ട്സ് ഇവിടെ വന്നതിന്. ഇത്രയും നല്ലൊരു ഓഡിയൻസ് ആണെന്ന് പശുപതി സാറിനെ കൊണ്ട് പറയിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ആക്ച്വലി ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാരി സാർ പറയായിരുന്നു, എനിക്കറിയില്ല മലയാളി ഓഡിയൻസിന് എന്തായിരിക്കും, അവർക്ക് കൈ അടിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. പക്ഷെ വാട്ട് ആൻ ഓഡിയൻസ് യു ഹാവ് ബീൻ. ആൻഡ് ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് ദാറ്റ് we could bring Bison to you all. നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റുക, നല്ലൊരു കഥാപാത്രം ചെയ്യാൻ പറ്റുക, ആൻഡ് എസ്പെഷ്യലി അണ്ടർ സച്ച് എ ബ്രില്യൻറ്റ് ഡയറക്ടർ, അതൊരു ഭാഗ്യമാണ് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച്. അപ്പം we hope that we have delivered a good film and we hope that you as audiences are gonna spread the word and this film will reach the masses. ഒരുപാട് നന്ദി വീണ്ടും ഇവിടെ വന്നതിന്. ഇനിയും നല്ല സിനിമകൾ ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ഗൈസ്.